ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ അയ്യപ്പൻ വിളക്കുപാട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും നല്ലപോലെ പ്രാർത്ഥനയിലാണ്. നയനയാണെങ്കിലും നവ്യയാണെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ സ്വാമിമാരും അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അയ്യപ്പൻ വിളക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഹോസ്പിറ്റലിൽ ജാനകിയും ജലജയും എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാനകിയുടെ അടുത്ത് ജലജ പറയുന്നുണ്ട്, നിനക്കായിരുന്നല്ലോ കൂടുതൽ താല്പര്യം, നിനക്കും അമ്മയ്ക്കും ആയിരുന്നല്ലോ നയനയെ കൂടുതൽ താല്പര്യം, ഇപ്പം എന്തായി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാനും അമിതമായിട്ട് വിശ്വസിച്ചു, ഇനി ഞാൻ അവളെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ഡോക്ടർ വരുന്നത്. അപ്പോൾ ഡോക്ടർ വരുമ്പോൾ ഇവർ എഴുന്നേറ്റിട്ട് എങ്ങനെയുണ്ടോ ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ബ്ലഡ് കൊടുത്തുകൊണ്ട് നല്ല പോലെ മാറ്റമുണ്ട് എന്നിങ്ങനെ പറയാണ്. അത് ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുഖമൊന്ന് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ജലജയ്ക്ക് അവർ ശരിയായി വരണമെന്നൊന്നും യാതൊരു ചിന്തയോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ കാര്യമാണ്, അതായത് മരുമകളുടെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആ കുട്ടി ബ്ലഡ് കൊടുത്തുകൊണ്ട് നല്ലപോലെ വീക്കായിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് പറയുമ്പോൾ നയനയുടെ കാര്യം പറയുമ്പോൾ അവർക്ക് പിന്നെ ഇഷ്ടപ്പെടുമോ? ജലജ പറയുന്നുണ്ട്, അത് അവളുടെ വെറും അഭിനയമാണ് ഡോക്ടർ, അവൾക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിലും വിചാരിക്കുന്നുണ്ട്, ഇവരെന്തിങ്ങനെ പറയുന്നത് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഡോക്ടർ എല്ലാം ഇനി പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജലജയാണെങ്കിൽ ജാനകി എടുത്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ ഹോസ്പിറ്റലിൽ പോലും എല്ലാവരും ഓരോന്ന് പറഞ്ഞ് മയക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അത് അവളുടെ സ്വഭാവമല്ലേ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അയ്യപ്പൻ വാട്ടിന് വന്ന അയ്യപ്പ ഭക്തരൊക്കെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം മുത്തശ്ശേൻ്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാൻ എല്ലാ സ്വാമിമാരും. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്, കാൽനടയായിട്ടാണോ അതോ എരുമേലിയിൽ നിന്നാണോ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇത്തവണ എന്തായാലും കാൽനടയായിട്ട് പോകാനാണ്, ഇവിടുന്ന് തന്നെ പോകാനാണ് തീരുമാനം അച്ഛ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ പോകണോ, അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, എരുമേലിയിൽ നിന്ന് വരെ പോയിട്ട് അവിടുന്ന് കാൽനടയായിട്ട് പോയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജയൻ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഇത്തവണ ഇങ്ങനെ തന്നെ പോകണം, ഒരുപാട് ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കില്ല, എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവട്ടെ ഇതോടുകൂടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ശരി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പക്ഷേ അബിക്കാണെങ്കിലും മുഖം മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ മാല ഇട്ടത് തന്നെ എല്ലാവരെയും ബോധിപ്പിക്കുകയാണ്, ഇനിയിപ്പോൾ നടന്നിട്ട് വേണം പോകാൻ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അബിയുടെ മുഖം മാറുന്നത് കാണുമ്പോൾ തന്നെ നവ്യ പറയുന്നുണ്ട്, കണ്ടില്ലേ അവൻ്റെ മുഖം മാറി, അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നയനെടുത്ത് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, ആർക്കെങ്കിലും പരിഭവം ഉണ്ടോ, അങ്ങനെയുള്ളവർ ഇവിടുന്ന് വണ്ടിയിൽ പൊക്കോളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്താ അബി നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്കെന്താ അത് ഈ തീരുമാനത്തിൽ ഇഷ്ടമില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനിങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അബി പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് അനുഗ്രഹം വാങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവർ കാൽനടയായിട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് അനിയായിരിക്കും. അനിയാണെങ്കിൽ നന്ദുവിനെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ ഈ കോള് കാണുമ്പോൾ എന്തിനായിരിക്കും ഇപ്പോൾ വിളിക്കുന്നത്, എടുക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നന്ദുവിന് ഒരു വോയിസ് ഇടാണ് നമ്മുടെ അനി. എന്നിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ, ഞാനല്ല വല്ലാത്തൊരു സാഹചര്യത്തിലാണ്, മരിക്കണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്, ഇനി എൻ്റെ ജീവിതം എന്താവുമെന്ന് എനിക്കറിയില്ല, കുറച്ചൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ ഈ വോയിസ് കേൾക്കുമ്പോൾ അനിയെ വേഗം വിളിച്ചിട്ട് പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ തമ്മിൽ ഇനി പഴയ പോലെ സംസാരമൊന്നും വേണ്ടാന്ന്, നീ തന്നെ പറഞ്ഞു മനസ്സിലാക്കണം അനാമികയെ, എല്ലാം ശരിയാവും. ആ വീട്ടിൽ നവേശി വന്നപ്പോഴാണെങ്കിലും പ്രശ്നമായിരുന്നല്ലോ, പിന്നെ അവിടുന്ന് മാറിയതല്ലേ, അതുപോലെ അവരെയൊക്കെ മാറ്റിയതുപോലെ ഇവളും മാറിക്കോളും, അനാമികയും ഓക്കെ ആയിക്കോളും, അത് നീ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട്, അവൾ എല്ലാവരും പോലെയല്ല, നയനേച്ചിയും അതുപോലെ തന്നെ നവ്യേച്ചിയും പോലെ ഒന്നും അല്ല അവളൊരു പ്രത്യേക ക്യാരക്ടറാണ്, ഇവിടുത്തെ സ്വത്തും കാര്യങ്ങളൊക്കെ മോഹിച്ചിട്ട് വന്നവളാണ്, എൻ്റെ അടുത്തൊരു സ്നേഹമില്ലാത്തവളാണ്, അവൾ പറയണ പോലെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട്, എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയായിരിക്കും. നവ്യയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ മോളുടെ മുഖത്തൊരു വിഷമം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നവ്യയാണെങ്കിലും പറയുന്നുണ്ട്, ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, പെട്ടെന്നൊരു സ്നേഹം കൊടുത്തിട്ട് ഇല്ലാതാക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ലേ, അതാണ് മോളുടെ വിഷമം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അഭിയാണ് പറയുന്നത്. അപ്പോൾ നവ്യയാണെങ്കിലും പറയുന്നുണ്ട്, എല്ലാം എൻ്റെ അടുത്തുള്ള അഭിനയമായിരുന്നു മുത്തശ്ശ, ആ പാല് ശരിക്കും കുടിക്കേണ്ടത് ഞാനായിരുന്നു, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് അവരങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയാം
പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഇവരിങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല, ഭയങ്കര ശാഠ്യത്തോടെയാണ് അവനെ ചെറുപ്പം മുതലേ അവൻ്റെ അമ്മ വളർത്തിയത്. പക്ഷേ ഇത്രയ്ക്ക് മോശമാവും സ്വഭാവം എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മോളെ, മോള് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയമാണെങ്കിലും നയന കയറി വരികയാണ് ചെയ്യുന്നത്. എല്ലാം ശരിയാവും മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് നയനയാണെങ്കിലും ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം സമാധാനിപ്പിക്കുന്ന രീതിയിൽ നയനയാണെങ്കിലും ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം അവിടെ ജയനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജയൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ ദേവയാനിക്ക്, കുറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയം ജയൻ പറയുകയാണ്, തക്ക സമയത്ത് ബ്ലഡ് നയന കൊടുത്തുകൊണ്ട് വളരെ ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന് പോലും അനാമിക കൂട്ടുനിന്നില്ല. ആ സമയമാണ് നയന മോള് ബ്ലഡ് കൊടുക്കാമെന്ന് റെഡിയായത്. ബോഡി വീക്കാന്ന് പറഞ്ഞിട്ടും ബ്ലഡ് കൊടുക്കാൻ മോള് തയ്യാറായി എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. നല്ലൊരു കാര്യമല്ലേ നയന ചെയ്തത്. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കതിൽ സന്തോഷമുള്ളൂ, അമ്മയ്ക്ക് ഓക്കെ ആയാൽ മതി. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും അത് അറിയുന്നില്ലല്ലോ ദേവയാനി എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട്, ഇനി ദേവയാനിയെ മാറ്റാൻ വേണ്ടിയിട്ട് അതും പറയേണ്ടി വന്നാൽ, ബ്ലഡ് കൊടുത്ത കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, അതും പറയേണ്ടി വന്നാൽ ഇനിയിപ്പോൾ പറയാമെന്നല്ലാണ്ട് വേറെ വഴിയില്ല അവളുടെ ഈ സ്വഭാവം മാറാൻ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും സ്നേഹം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു പരിഭവമില്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ ഹൃദയം വരെ കൊടുക്കാൻ ഞാൻ റെഡിയാണ്, എനിക്ക് അമ്മ എപ്പോഴും നല്ലപോലെ ഇരുന്നാൽ മാത്രം മതി, അമ്മ എനിക്ക് എപ്പോഴും എൻ്റെ സ്വന്തം അമ്മ പോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് അമ്മയെ പുകഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒരു പരിഭവവും പരാതിയില്ലാത്ത പോലെയാണ് നയന സംസാരിക്കുന്നത്. അപ്പോൾ ഈ സംസാരത്തിൽ അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ ഈ സമയത്ത് പറയാണ്, സ്വത്തെല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ഭാഗിച്ച് നൽകണം, എന്നാലും ഈ വഴക്ക് ഒഴിവാകുമായിരിക്കും. ചിലപ്പോൾ ഈ വഴക്കിന് വേണ്ടിയിട്ടായിരിക്കും, ഇതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ജലജയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എല്ലാം, അതായത് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ആദർശിനെ ഏൽപ്പിക്കാൻ പോവാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും ജയൻ്റെ അടുത്ത് അനിയനാണെങ്കിലൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഒരു കുഴപ്പമില്ല, അവന് തന്നെയാണ് അത് കൊടുക്കേണ്ടത്, അവനത് നല്ല രീതിക്ക് നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആദർശേട്ടനെ കൊടുത്തു എന്ന് വെച്ചാൽ സ്വത്തെല്ലാം അപ്പോൾ അത് പ്രശ്നമാവില്ലേ മുത്തശ്ശ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, ഇല്ല മോളെ, അത് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, എല്ലാം അവൻ്റെ കയ്യിലാണ് എത്തേണ്ടത് ഇങ്ങനെ പറയാൻ കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ അനിയുടെ അച്ഛനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അനിയുടെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ശരി, ആദർശിൻ്റെ കയ്യിൽ തന്നെയാണ് എത്തേണ്ടത്, അപ്പോൾ അവനാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ കമ്പനിയൊക്കെ നോക്കി നടത്തിക്കോളും അങ്ങനെയൊക്കെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും അത് ഓക്കെയാണ് ആദർശിന് കൊടുക്കാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് നയനയായിരിക്കും. നയനയാണെങ്കിൽ ആദർശിന് ബെഡ് വിരിച്ച് വെക്കുകയാണ് കേട്ടോ റൂമിൽ. ആ സമയം ആദർശ് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നീ ഇനി നല്ലപോലെ റെസ്റ്റ് എടുക്കുക, നീ ഇന്ന് ഇവിടെ തന്നെ കിടന്നാൽ മതി, ഞാൻ താഴെ കിടന്നോളാം, നീ മോളിൽ കിടന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, താഴെ കിടക്കണ്ട, താഴെ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ശ്വാസം മുട്ടൽ വരും എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അയ്യപ്പന്മാർ സാധാരണ നിലത്ത് പാവിരിച്ചാണ് കിടക്കേണ്ടത്, ഞാൻ കിടന്നോളാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട ആദർശട്ടെ, ഇനിയിപ്പോൾ അസുഖം കൂട്ടണ്ട, അത് മാത്രമല്ല അമ്മ പറഞ്ഞ രീതിയൊന്നും തെറ്റിക്കണ്ട, ഞാൻ എന്തായാലും മുത്തശ്ശൻ്റെ അടുത്തും ചോദിച്ചു നോക്കട്ടെ ഇവിടെ തന്നെ കിടക്കണോ എന്നുള്ളത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അപ്പുറം എന്തപ്പോൾ, നമുക്ക് പഴയ പോലെ നീ അറ്റത്ത് കിടന്നോ ഞാൻ ഈ അറ്റത്ത് കിടന്നുള്ള ഈ ബെഡിത്തട്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട്, വേണ്ട 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 ആദർശേട്ടൻ മുകളിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ശേഷം ആദർശ് പറയാണ്, മാലയിടുന്ന സമയത്ത് പോലും പ്രതിഷേധത്തോടെയാണ് ഇട്ടത്, ഇനിയിപ്പോൾ അതൊക്കെ തിരിച്ചടി ആയതുകൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെ വന്നത് എന്ന് സംശയമുണ്ട് എന്നിങ്ങനെ ആദർശ് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നയന ഒന്ന് അന്തം വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ, കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുവാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.